ഹലോ, വെൽക്കം ടു ദ മാഡിയ ക്ലാസ്സസ്. നമ്മളിപ്പോ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ എക്സ്പ്ലനേഷൻ പാർട്ട് 1 വീഡിയോ ആയിട്ടും ആക്ടിവിറ്റീസിന്റെ ഒരു ഭാഗം പാർട്ട് 2 ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരാം. ലാസ്റ്റ് വീഡിയോയിൽ എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി 9. Read the following sentences from the story and note the words underlined. കഥയിൽ കൊടുത്തിരിക്കുന്ന ചില സെന്റൻസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ചില വേർഡ്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. I want to play with my friends. With എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. I want to swing on the swing. I don't want to go to school. Chester felt his mother's kiss rush from his hand. ആണ് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത. ഈ വാക്കുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രൊപോസിഷൻസ്. പ്രൊപോസിഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വേർഡാണ്. ഇവിടെ നോക്കിയേ, ഐ ഞാൻ, ഇതൊരു നൗൺ ആണല്ലേ. ഐ ഞാൻ, എനിക്ക് കളിക്കണം. ആരുടെ കൂടെയാണ്? മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്, എനിക്ക് കളിക്കണം, അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? വിത്ത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് കളിക്കേണ്ടത്. എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് കളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. അപ്പൊ എന്നെയും ഫ്രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വിത്ത്. അടുത്തത്, I want to swing. എനിക്ക് ഊഞ്ഞാലാടണം. എവിടെ? ഓൺ ദ സ്വിംഗ്. എനിക്ക് സ്വിംഗിൽ സ്വിംഗ് ചെയ്യണം. അപ്പൊ എന്നെയും സ്വിംഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഓൺ. ഇനി I don't want to go to school. എനിക്ക് പോവണ്ട. എവിടേക്ക്? സ്കൂളിലേക്ക്. അപ്പൊ ഞാനും സ്കൂളും അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് to school. Chester felt his mother's kiss rush from his hand. Chester felt his mother's kiss. Mother's kiss. ഇവിടെ മദേഴ്സ് കിസ്സിനെയും അവന്റെ ഹാൻഡിനെയും കൂടി ജോയിൻ ചെയ്യാണ്. മദേഴ്സ് കിസ് റഷ് എവിടെ നിന്ന്? അവന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യുന്നത് ഫ്രം ആണ്. Pick out a few similar sentences from the story and write them down below. അതിനു മുമ്പ് ഇനിയും കുറെ പ്രപ്പോസിഷൻസ് ഉണ്ട് അല്ലെ. കുറെ പ്രപ്പോസിഷൻസ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഇൻ, ഓൺ, അറ്റ്, ടു, ഫ്രം, വിത്ത്, ബൈ, അണ്ടർ, ഓവർ, ബിറ്റ്വീൻ, ഇതൊക്കെ പ്രപ്പോസിഷൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സെന്റൻസസ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എടുത്തെഴുതി നോക്കാം. ആദ്യമായി, ചെസ്റ്റർ stood at the edge of the forest. എവിടെയാണ് നിന്നത്? at the edge of the forest. I want to stay home with you. I ആരാണ് ഇവിടെ? ചെസ്റ്റർ ആണ്. ചെസ്റ്ററിന് അമ്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത്. Miss Raccoon took Chester by the hand. അവന്റെ കൈ പിടിച്ചു. Chester looked at his hand. ചെസ്റ്റർ എങ്ങോട്ടാണ് നോക്കിയത്? അവന്റെ കൈയിലേക്കാണ്. at his hand. Press your hand to your cheek. കൈ എവിടെയാണ് അമർത്തേണ്ടത്? ചീക്കിലാണ്. to your cheek. My love will go with you wherever you go. with you, നിന്റെ കൂടെ. Chester stood in front of his school. ചെസ്റ്റർ അവന്റെ സ്കൂളിന്റെ മുന്നിൽ നിന്നു. He turned to his mother and grinned. അവൻ അവന്റെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. Chester took his mother's hand in his own. അമ്മയുടെ കൈ അവന്റെ കയ്യിൽ എടുത്തു. He leaned forward and kissed the center of her hand. എവിടെയാണ്? center of her hand ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സെന്റൻസസ് ഇനിയും ചാപ്റ്ററിൽ ഉണ്ടാകും. നിങ്ങൾ അത് കണ്ടുപിടിച്ച് അതിൽ പ്രൊപ്പോസിഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. Activity 10. Here is a conversation between Chester Raccoon and his class teacher. Read and supply the missing word with, to, from, in. Okay. അപ്പോൾ ഇവിടെ 4 വേർഡ്സ് തന്നിട്ടുണ്ട്. അതായത് പ്രൊപ്പോസിഷൻസ് ആണ്.
അപ്പൊ ഈ ഒരു ചെസ്റ്ററും ക്ലാസ് ടീച്ചറുമായിട്ടുള്ള സംഭാഷണത്തിൽ കുറച്ച് വാക്കുകൾ മിസ്സിംഗ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഏതൊക്കെയാണ് ഫിൽ ചെയ്യാൻ പറ്റുക നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്. കുഡ് യു ടെൽ മീ യുവർ നെയിം? Chester. Good morning, teacher. I am Chester Raccoon. Teacher. Where are you from? നീ എവിടെ നിന്നാണ് വരുന്നത്? Chester. I am dash the forest. It's a nice place. I am എവിടെ നിന്നാണ്? I am from the forest. Teacher. Well, what do you like to do? Dash the forest. What do you like to do? അവിടെ നീ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? What do you like to do in the forest? I like to play with my friends in the shade of trees. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. In the shade of trees. മരങ്ങളുടെ തണലിൽ. That must be fun. അത് ഭയങ്കര രസമായിരിക്കും. Which game do you like the most? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാണ്? Chester. I like playing hide and seek dash my friends. With my friends. എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. With. That's great, Chester. When will you go dash your house? Go to your house. Well, I will go to my house after 3 days. Chester പറയാണ്, ഞാൻ 3 ദിവസത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകും. Teacher, okay, thanks. We will meet again. Okay, thanks. നമുക്ക് ഇനിയും കാണാം. Activity 11. The following is a diary entry of Ainu. There are some errors in it. Read and edit it. ഈ തന്നിരിക്കുന്നത് ഐനുവിന്റെ ഡയറിയാണ്. അപ്പോൾ ഐനു എഴുതിയപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണതെന്ന് ഒന്ന് കറക്റ്റ് ചെയ്യണം. എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം, I went with a store to buy some fruits. I went, I എന്ന വാക്ക് ഞാൻ, ഇത് എവിടെയായാലും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ. അതുപോലെ ഏതൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യത്തെ അക്ഷരം അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. അത് കൂടാതെ ഐ എന്ന വാക്ക് അത് എവിടെയായാലും ഉള്ളിലാണെങ്കിലും ആദ്യമാണെങ്കിലും അവസാനമാണെങ്കിലും ഒക്കെ ക്യാപിറ്റലിൽ തന്നെ എഴുതണം. സോ ഐ വെന്റ്. വിത്ത് ആണോ? അല്ല, സ്റ്റോറിലേക്കാണ് പോയത്. അപ്പൊ വിത്ത് തെറ്റാണ്. ഐ വെന്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. I saw a big orange to the shelf. To the shelf ആണോ? അല്ല. On the shelf and decided to buy it. അത് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു. Decided. I met my friend on that store. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. On that store അല്ല, ഫ്രണ്ടിനെ മീറ്റ് ചെയ്തത് at the store. My friend. ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഈ സെന്റൻസ് തുടങ്ങുകയാണല്ലേ. അപ്പോൾ ഈ എം എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക്. ഗോ ബൈ ദ പാർക്ക് അല്ല, ഗോ ടു ദ പാർക്ക്. ആൻഡ് ഐ വെന്റ് ഫ്രം ഹർ. ഐ വെന്റ് ഫ്രം ഹർ അല്ല, ഐ വെന്റ് വിത്ത് ഹർ. അഗെയിൻ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്. അടുത്ത സെന്റൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്താണ്? വിയുടെ W ക്യാപിറ്റൽ ലെറ്റർ ആവണം. സോ വി സാറ്റ് അറ്റ് ദ ബെഞ്ച്. അറ്റ് ദ ബെഞ്ച് അല്ല, ഓൺ ദ ബെഞ്ച്. ബെഞ്ചിന് മുകളിലാണ് നമ്മൾ ഇരുന്നത്. ഓൺ ദ ബെഞ്ച് ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗെദർ. ആ വാങ്ങിയ ഓറഞ്ച് ഒരുമിച്ച് കഴിച്ചു. അഗെയിൻ നോക്കൂ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് കൂടാതെ ഇത് ഐ ആണ്. ഇത് തെറ്റാണ്. ഐ ക്യാപിറ്റൽ ലെറ്റർ. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ. ഞാൻ ഓറഞ്ച് പീല് കളഞ്ഞു. ഇവിടെയാണ് ദ ഗാർബേജ്. വിത്ത് ദ ഗാർബേജ് അല്ല, ഇൻ ടു ദ ഗാർബേജ്. ഇൻ ടു അതിന്റെ അകത്തേക്ക്, അതാണ് ഇൻ ടു ദ ഗാർബേജ്. Activity 12. Read the sentences from the story and split them into two. One has been done for you. ഒരു വലിയ സെന്റൻസ് തന്നിട്ട് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയാണ്.
യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നീ പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കും, അവരുടെ കൂടെ പുതിയ ടോയ്സിന്റെ കൂടെ കളിക്കുകയും ചെയ്യും. അല്ലെ? ഇതിനെ എങ്ങനെ രണ്ടാക്കാൻ പറ്റുക? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഇനി യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ്, അത് കൂടാതെ സ്വിംഗ് ഓൺ മ്യൂസിക്സ്. ഇതിനെ എങ്ങനെ രണ്ടാക്കാം? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, യു ക്യാൻ സ്വിംഗ് ഓൺ ന്യൂ സ്വിങ്സ്. അടുത്തത് ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഇങ്ങനെ എഴുതാം. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. Read the passage given below and split the sentences. ഇനി ഈ തന്നിരിക്കുന്ന പാസേജിലുള്ള ഓരോ സെന്റൻസും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആദ്യം, ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ വുഡ്സ്. കാട്ടില് ഒരു ക്യൂരിയസ് ആയിട്ടുള്ള റക്കൂൺ താമസിച്ചിരുന്നു. ആൻഡ് ഇവിടെയാണ് ഈ സെന്റൻസിനെ കണക്ട് ചെയ്യുന്നത്. ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? A curious raccoon lived in the woods. കാട്ടിലൊരു ക്യൂരിയസ് റക്കൂൺ താമസിച്ചിരുന്നു. ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. അതിന് പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമായിരുന്നു, ഇഷ്ടമായിരുന്നു. എന്താണ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ? നമുക്ക് പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകാനും അതൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമാവും അല്ലേ? അതാണ് എക്സ്പ്ലോർ. അടുത്തത്, വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട്. ഒരു ദിവസം അത് തിളക്കമുള്ള ഒരു വസ്തു കണ്ടു. ആൻഡ് അഗെയിൻ കണ്ടോ, ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ദെൻ. ആ സാധനം അവൻ എടുത്ത് അവന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട്, ഇറ്റ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ദെൻ. അടുത്ത സെന്റൻസ്, ഇറ്റ് പ്ലേസ്ഡ് ദ ഒബ്ജെക്ട് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്. അവൻ ആ വസ്തുവിനെ കുറെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളുടെ മുകളിൽ വെച്ചു. ആൻഡ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അതിനെ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇറ്റ് പ്ലേസ്ഡ് ഒബ്ജെക്ട് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്, ഇറ്റ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. The raccoon's eyes sparkled and it had discovered a beautiful toy. The raccoon's eyes sparkled and it had discovered a beautiful toy. Raccoon's eyes sparkled. അവന്റെ കണ്ണുകൾ തിളങ്ങി. And ഇവിടെയാണ് and വരുന്നത്. It had discovered a beautiful toy. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? Raccoon's eyes sparkled. It had discovered a beautiful toy. അവനൊരു പുതിയ കളിപ്പാട്ടം കണ്ടുപിടിച്ചു. Activity 13. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. Shall we play with words? Complete the crossword puzzles using the clues given below. ഈ ചാപ്റ്ററിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പല വേർഡ്സ് ആണ്. ആദ്യത്തേത് ഒന്ന്, ഇവിടെ ഒന്നാമത്തെ നമ്പറിൽ ക്രോസ്, ഈ ഒരു റൈറ്റിലേക്ക്, ഈ അക്രോസ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട്. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് എന്താണത്? ഊഞ്ഞാലിൽ ആടുകയാണല്ലേ? അതെങ്ങനെയായിരുന്നു? സ്വിംഗ്. SWING, സ്വിംഗ്. ഇനി നമുക്ക് ഇവിടെ അറിയുന്ന ടേംസ് നോക്കാം. 2 താഴേക്ക്, 3 താഴേക്ക്. 2യുടെ താഴേക്ക് എന്താണ്? To cover or enclose in a paper or soft material. പൊതിയുക. എന്തായിരുന്നു പറഞ്ഞത്? Wrap. 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 ഇനി മൂന്നാമത്തേത് താഴേക്ക്. Rub something gentle with the nose as if to show affection. ഈ ചാപ്റ്ററിൽ അവന്റെ അമ്മ മൂക്ക് കൊണ്ട് അവനെ ഇങ്ങനെ ടച്ച് ചെയ്തില്ലേ? അതിനെന്തായിരുന്നു പറയാ? നസിൽ അല്ലെ? NUZZLE. ഇനി നമുക്ക് 5 റൈറ്റിലേക്ക്, 4 താഴേക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് 5 നോക്കാം. To run or move quickly with light steps. ലാസ്റ്റ് അവൻ സ്കൂളിലേക്ക് ഓടിപ്പോയില്ലായിരുന്നോ? എന്തായിരുന്നു അതിന് പറയാ? Scamper. SCAMPER.
ആർ സ്കാമ്പർ. ഇവിടെ ഇനി 4 താഴേക്ക് ഇവിടെയാണുള്ളത്. ഫ്രൈറ്റനിങ്, കോസിങ് ഫിയർ, പേടിക്കുക. അതിനെന്താ പറയാ? സ്കേറി. SCARY. അടുത്തത് 7 റൈറ്റിലേക്ക്. ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. അതെന്താണ്? കോസി. COSY. ചില സ്ഥലത്ത് അത് COZY എന്നും എഴുതിയിട്ടുണ്ടാകും. അപ്പൊ അത് രണ്ട് ഇംഗ്ലീഷ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. രണ്ടും ശരിയാണ്. കോസി. നമ്മുടെ ചാപ്റ്ററിൽ S ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് an object that is made for a child to play with. എന്താണത്? അതൊരു ടോയ് ആണ്. കറക്റ്റ് ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോസിയില് കറക്റ്റ് സ്പെല്ലിംഗ് COSY എന്നാണ് ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് COSY എന്ന് എഴുതാം. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ആ ചാപ്റ്റേഴ്സും ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.